എല്ലാവർക്കും നമസ്കാരം. ഞാൻ കൊല്ലം പ്രദീപ് കുമാർ. അസ്ട്രോളജിക്കൽ ശ്രീരാമജയത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യും. ഈ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് നവരാത്രിയിൽ 7ാം ദിവസം നമ്മൾ ആരാധിക്കുന്ന അല്ലെങ്കിൽ പൂജിക്കുന്ന ദേവിയെക്കുറിച്ചാണ്. ഈ ദേവിയുടെ പേര് കാളരാത്രി ദേവി എന്നാണ്. പേര് കേൾക്കുന്നത് പോലെ തന്നെ അതിഭയങ്കര ദേഷ്യമുള്ള ക്രൗര്യഭാവമുള്ള, കാണാൻ അല്പം പോലും സൗന്ദര്യമില്ലാത്ത ഒരു ദേവിയാണിത്. ദുർഗാദേവിയുടെ ഏറ്റവും ഭയങ്കരമായ രൂപമാണ്. പേരുച്ചരിക്കുമ്പോൾ കാലരാത്രി എന്ന് ഉച്ചരിക്കാറുണ്ട്. അത് ശ്രദ്ധിക്കണം, അത് തെറ്റാണ്. കാളരാത്രി ദേവി എന്നാണ് ഉച്ചരിക്കണം. ഒരു മനുഷ്യന് അവന്റെ ജീവിതത്തിൽ എത്രത്തോളം ശക്തമായി മുന്നേറാം എന്നതിൻ്റെ തെളിവായിട്ടാണ് ദേവി ഈ രൂപം എടുത്തിരിക്കുന്നത്. കാഴ്ചയിൽ ഭയങ്കര പേടിയൊക്കെ തോന്നിക്കുമെങ്കിലും ഭക്തവത്സലയാണ് കാളരാത്രി ദേവി. ശുഭഫലങ്ങൾ നൽകുന്നത് കൊണ്ട് നമ്മുടെ ഈ ദേവിക്ക് ശുഭങ്കരി എന്നൊരു പേരും കൂടിയുണ്ട്. ഈ ശുഭങ്കരി ദേവിയെയാണ് മൂകാംബിക ദേവിയായിട്ടും അറിയപ്പെടുന്നത്. സർവ്വ ഐശ്വര്യങ്ങളും നൽകുന്ന, നിർഭയത്വവും ക്ഷമയും നൽകുന്ന, നവഗ്രഹ ദോഷങ്ങൾ മാറ്റുന്ന ശുഭങ്കരിയായ ദേവിയാണ് ഈ കാളരാത്രി ദേവി എന്ന് പറയുന്നത്. ശനിദോഷങ്ങൾ മാറുന്നതിന് വരെ കാളരാത്രി ദേവിയെ നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. ഈ ദേവിയുടെ രൂപവും ഭാവവും ശക്തിയും ഒക്കെ എത്ര വിവരിച്ചാലും തീരാത്ത വിധത്തിൽ കിടക്കുകയാണ്. ദേവി എങ്ങനെയാണ് ഈ രൂപം എടുത്തിരിക്കുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. പ്രപഞ്ച സൃഷ്ടിക്ക് മുമ്പ് ആദിപരാശക്തി ആദിപുരുഷനെ സൃഷ്ടിച്ചു. ഈ ആദിപുരുഷൻ വിഘടിച്ച് ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാരായി മാറി. എന്നിട്ട് ദേവി ഓരോരുത്തർക്കും ഓരോ ചുമതലകളും ഏൽപ്പിച്ചു കൊടുത്തിട്ട് പരസ്പരം സഹകരിച്ചുകൊണ്ട് പ്രപഞ്ചത്തിന്റെ സൃഷ്ടിക്കും സ്ഥിതിക്കും സംഹാരത്തിനും വേണ്ടി പരിശ്രമിക്കാനും പറഞ്ഞു. അങ്ങനെയാണ് ബ്രഹ്മദേവന് സൃഷ്ടിയുടെയും മഹാവിഷ്ണുവിന് സ്ഥിതിയുടെയും മഹേശ്വരന് സംഹാരത്തിന്റെയും ചുമതലകൾ നൽകിയത്. അതിനുശേഷം ദേവി അപ്രത്യക്ഷമായി. അപ്പൊ ഇവരുടെ ജോലി ആരംഭിക്കാൻ തുടങ്ങി. ആദ്യം ബ്രഹ്മാവ് എന്ത് ചെയ്തു? ജലം അങ്ങോട്ട് സൃഷ്ടിച്ചു. ഇത് കണ്ടപ്പോഴേക്ക് മഹേശ്വരൻ അല്ലെങ്കിൽ പരമശിവന് ഒരാഗ്രഹം മനസ്സിലങ്ങ് ഉദിച്ചു. ഈ ആദിപരാശക്തി എൻ്റെ ഭാര്യയായി ലഭിക്കണം. അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യും? ദേവിയെ തപസ് ചെയ്യാം എന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് കഠിനമായ തപസ് അങ്ങോട്ട് തുടങ്ങി. ഇത് കണ്ടതും ബ്രഹ്മദേവനും വിഷ്ണുദേവനും ഇവർ രണ്ടുപേരും ഇതേ ആഗ്രഹം മനസ്സിൽ വെച്ചുകൊണ്ട് ഇവരും തപസ് ചെയ്യാൻ തുടങ്ങി. തപസ് ഇങ്ങനെ നീണ്ടുപോയി. കുറേ കഴിഞ്ഞപ്പോൾ ആദിപരാശക്തിക്ക് ഇവരെ ഒന്ന് പരീക്ഷിക്കണമെന്ന് തോന്നി. അങ്ങനെ ആദ്യം ബ്രഹ്മദേവന്റെ അടുത്തേക്ക് കാളരാത്രി രൂപത്തിൽ വരികയാണ്. ബ്രഹ്മദേവന്റെ അടുത്തേക്ക് അലറി വിളിച്ചുകൊണ്ട് അതിഭയാനകമായ രൂപത്തിൽ, ആർക്കും പേടി തോന്നാവുന്ന രൂപത്തിൽ വന്നപ്പോൾ ബ്രഹ്മദേവൻ പേടിച്ച് മുഖം ഒരു വശത്തേക്ക് തിരിച്ചു. അപ്പൊ ദേവി എന്ത് ചെയ്തു? അടുത്ത വശത്ത് ചെന്നു. അപ്പൊ വീണ്ടും മുഖം തിരിച്ചു. അങ്ങനെ 4 വശത്ത് ചെന്നു. 4 ഭാഗത്തെയും മുഖം തിരിച്ച് ബ്രഹ്മദേവൻ പേടി സഹിക്കാൻ വയ്യാതെ അവിടുന്ന് ഓടി ഒളിക്കുകയാണ് ചെയ്തത്. അതിനുശേഷം ദേവി മഹാവിഷ്ണുവിൻ്റെ അടുത്തേക്ക് ചെന്നു. മഹാവിഷ്ണുവിൻ്റെ അടുത്തേക്ക് ചെന്നപ്പോഴും ദേവിയുടെ ഈ ഭയാനകമായ രൂപം കണ്ട് സഹിക്കവയ്യാതെ, അലർച്ച സഹിക്കവയ്യാതെ വെള്ളത്തിൽ ഓടി ഒളിക്കുകയാണ് ചെയ്തത്. അപ്പൊ ഇവരുടെ രണ്ടുപേരുടെയും തപസ് മുടക്കിയിട്ട് ദേവി വിചാരിച്ചു, ഇനി ഏതായാലും മഹേശ്വരൻ്റെയും കൂടി തപസ് ഇതുപോലെ മുടക്കാം എന്ന് പറഞ്ഞ് ഇതിനേക്കാളും ശക്തമായ രൂപത്തിൽ, ശക്തമായ അലർച്ചയോടുകൂടി മഹേശ്വരൻ്റെ അടുത്തേക്ക് ചെന്നു. മഹേശ്വരനെ എവിടെ പേടിക്കാൻ? ഇതൊന്നും കണ്ടിട്ട് മഹേശ്വരന് യാതൊരു കുലുക്കവുമില്ല, യാതൊരു ഭയമോ ഒന്നുമില്ല. അദ്ദേഹം തപസ് തുടർന്നുകൊണ്ടിരുന്നു. ഇതിൽ സംപ്രീതയായിട്ട് ദേവി മഹേശ്വരന്റെ ഭാര്യയായി മാറി എന്നാണ് പറയുന്നത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടുന്ന ഗുണപാഠം വളരെ ഭക്തിയോടെയും ശക്തിയോടെയും ഇച്ഛാശക്തിയോടും കൂടി ദേവിയെ ഭജിച്ചാൽ തീർച്ചയായിട്ടും അർഹിക്കുന്ന വരം നമുക്ക് ലഭിക്കും, അല്ലെങ്കിൽ അർഹിക്കുന്ന അനുഗ്രഹം തീർച്ചയായിട്ടും ലഭിക്കും. എത്ര ശക്തമായ ദുരിതങ്ങൾ ഉണ്ടായാലും ശരി, അത് മാറിക്കിട്ടും. രോഗങ്ങൾ ഉണ്ടായാൽ അത് മാറിക്കിട്ടും. കടങ്ങൾ ഉണ്ടായാൽ അത് മാറിക്കിട്ടും. അങ്ങനെ ജീവിതത്തിലെ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കുന്ന ഏത് വിഷയങ്ങളുണ്ടെങ്കിലും കാളരാത്രി ദേവിയുടെ ഭാവത്തിൽ ദേവിയെ പ്രാർത്ഥിച്ചാൽ അതിനൊക്കെ പരിഹാരം ഉണ്ടാകുമെന്ന് നമ്മൾ അറിയണം. ശനിദോഷങ്ങൾ, ബാധാദോഷങ്ങൾ, ശത്രുദോഷങ്ങൾ ഇവ കൊണ്ട്
അറിയാതെ കഷ്ടപ്പെടുന്ന അനേകം ആൾക്കാരുണ്ട്. ഇവർക്കൊക്കെ ഈ ദേവിയെ പ്രാർത്ഥിച്ച് ഈ ദോഷങ്ങളിൽ നിന്ന് മുക്തി നേടാവുന്നതാണ്. ദേവി മഹാത്മ്യ കഥയനുസരിച്ച് കാളരാത്രി ദേവി പ്രത്യക്ഷപ്പെടുന്നത് അല്ലെങ്കിൽ അവതരിക്കുന്നത് ചണ്ട മുണ്ട അസുരന്മാരെ നിഗ്രഹിക്കുന്നതിനായിട്ടാണ്. ഈ അസുരന്മാരെ നിഗ്രഹിച്ചത് കൊണ്ട് ചാമുണ്ട എന്ന പേര് ദേവിക്ക് കിട്ടി. അടുത്തത് മഹിഷാസുരനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കഥയുണ്ട്. ദേവി മഹിഷാസുരനുമായിട്ട് യുദ്ധം ചെയ്യുന്നതിന് മുമ്പ് മഹിഷാസുരന്റെ സൈന്യാധിപന്മാരുമായിട്ട് ആദ്യം യുദ്ധം ചെയ്തു. എനിക്ക് വേണ്ടി ആദ്യം യുദ്ധം ചെയ്തത് സപ്തമാതൃക്കളായിരുന്നു. സപ്തമാതൃക്കള് സൈന്യാധിപന്മാരെയൊക്കെ വധിച്ചു വന്നപ്പോൾ അതിൽ രക്തബീജൻ എന്ന് പറഞ്ഞൊരു സൈന്യാധിപൻ ഉണ്ടായിരുന്നു. ഈ രക്തബീജനുമായിട്ട് സപ്തമാതൃക്കള് യുദ്ധം ചെയ്ത് ക്ഷീണിച്ചു പോയി. അതിന്റെ കാരണം എന്താണെന്നോ, രക്തബീജന് മുമ്പെങ്ങും ഒരു വരം കിട്ടിയിട്ടുണ്ട്. രക്തബീജന്റെ ശരീരത്തിൽ നിന്നും പുറത്തു വരുന്ന ഓരോ തുള്ളി രക്തത്തിൽ നിന്നും ലക്ഷക്കണക്കിന് രക്തബീജന്മാർ പുനർജനിക്കും. ഈ ഒരു വരം കിട്ടിയിരിക്കുന്നത് കൊണ്ട് ഒരു കാരണവശാലും ഇയാളെ നശിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വന്നു. അപ്പൊ ഇത് കണ്ടപ്പോൾ ദേവി എന്ത് ചെയ്തു? കാളരാത്രി ദേവി എന്ത് ചെയ്തു? രക്തബീജന്റെ ശരീരത്തിൽ നിന്ന് ചിന്തുന്ന രക്തമെല്ലാം കുടിച്ചു പറ്റിച്ചു. അപ്പോൾ വീണ്ടും ഈ രക്തബീജന്മാർ പുനർജനിക്കാതിരിക്കുകയും അങ്ങനെ രക്തബീജനെ ദേവി വധിക്കുകയും ചെയ്തു. മറ്റൊരു കഥ, കംഹാസുരൻ എന്ന ഒരു അസുരൻ ഉണ്ടായിരുന്നു. മൂകാസുരൻ എന്ന് വിളിക്കും. ഈ മൂകാസുരനെ വധിക്കുകയും ചെയ്യുന്നത് ഈ കാളരാത്രി ദേവിയാണ്. അതുകൊണ്ട് മൂകാംബിക എന്ന പേര് അവിടെ വെച്ച് ലഭിച്ചു. ഈ മൂകാസുരൻ എന്ന് പറയുന്നത് സൗവർണിക നദിയുടെ തീരത്ത് ഈ മഹർഷിമാര് തപസ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഇയാളുടെ ശല്യം സഹിക്കവയ്യാതെ മഹർഷിമാരെ കൊല്ലുകയും അവരുടെ തപസ് മുടക്കുകയും അവരെ ഏതെങ്കിലും തരത്തിലൊക്കെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്യുന്ന സ്വഭാവമായിരുന്നു ഈ മൂകാസുരൻ. അപ്പോൾ ദേവി അവർ പ്രാർത്ഥിച്ചു. അപ്പോൾ അങ്ങനെ ദേവി അവിടെ വന്ന് ഈ മൂകാസുരനെ വധിച്ചു. അതാണ് സൗവർണിക നദിയുടെ പ്രാധാന്യം. എന്നിട്ട് മൂകാംബികയായിട്ട് ദേവി സൗവർണിക നദിയെ തീരത്ത് തന്നെ കുടികൊണ്ടു. ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, അന്ധകാരമാകുന്ന അജ്ഞാനത്തെ മാറ്റി അറിവാകുന്ന വെളിച്ചത്തിലേക്ക് നമ്മളെ കൈപിടിച്ചുയർത്തുക എന്നതാണ് ഈ ദേവിയുടെ അവതാര ലക്ഷ്യം. തൻ്റെ ഭക്തന് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാകാതെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെയൊക്കെ മൂകാസുരനെ പോലെയും കംഹാസുരനെ പോലെയും രക്തബീജനെ പോലെയും ഒക്കെ നശിപ്പിച്ച് മാറ്റി എല്ലാവിധത്തിലുള്ള ഐശ്വര്യങ്ങളും നൽകുന്ന ഈ ദേവിയെ നവരാത്രിയിൽ 7ാമത്തെ ദിനം നമ്മൾ പ്രാർത്ഥിക്കണം. ഈ ദേവിയുടെ മന്ത്രം ഇതാണ്: ഓം ദേവി കാളരാത്രിയൈ നമഃ. ഓം ദേവി കാളരാത്രിയൈ നമഃ. ധ്യാന ശ്ലോകം: വാമപാദോലസത് ലോഹലത കണ്ടകഭൂഷണ ധനമൂർധജ കൃഷ്ണ കാളരാത്രി ഭയങ്കരി. വാമപാദോലസത് കണ്ടകമൂർധജ ലോഹലത കണ്ടകഭൂഷണ വർദ്ധനമൂർധജ കൃഷ്ണ കാളരാത്രിർ ഭയങ്കരി. എല്ലാവരും ഈ ദേവിയെ ശുചിത്വത്തിനും ദുരിതശാന്തിക്കും വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ വേണം. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തിയാൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.